സർക്കാരിന് വരവ് ചെലവ് കണക്ക് പറയാൻ അധികാരമില്ല. മന്ത്രി വി.എൻ. വാസവൻ. ആഗോള അയ്യപ്പ സംഗമത്തിലെ വരവ് ചെലവ് കണക്കിലെ ക്രമക്കേടിൽ കണക്കുകൾ വ്യക്തമാക്കേണ്ടത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണെന്ന് ആവർത്തിച്ച് ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ. ദേവസ്വം ബോർഡ് എല്ലാം പറയുമെന്നും സർക്കാരിന് വരവ് ചെലവ് സംബന്ധിച്ച് കണക്ക് പറയാൻ അധികാരമില്ലെന്നും വി.എൻ. വാസവൻ പറഞ്ഞു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭയിൽ ചോദിച്ച ചോദ്യത്തിന് കൊടുത്ത മറുപടി കൃത്യമാണ്. ദേവസ്വം ബോർഡ് അഡ്വാൻസ് കൊടുത്ത പണം തിരികെ കൊടുത്തിട്ടുണ്ട്. കണക്കുകളിൽ വ്യക്തത വരുത്തണമെങ്കിൽ ബോർഡിനോട് ചോദിക്കണം. കോടതിയാണ് ഇക്കാര്യങ്ങളിൽ ഇടപെടുകയും നിർദ്ദേശം കൊടുക്കുകയും ചെയ്തത്. ദേവസ്വം ബോർഡിനോട് ചോദിക്കേണ്ട സമയത്ത് ആവശ്യമെങ്കിൽ ചോദിക്കും. ബോർഡിനോട് കാര്യങ്ങൾ ചോദിക്കാൻ സർക്കാരിന് അധികാരമില്ലെന്നും വി.എൻ. വാസവൻ പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് SIT അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തതോടെ കോൺഗ്രസ് ഒന്നും മിണ്ടുന്നില്ല. കൊടിമരം മാറ്റിസ്ഥാപിച്ചതിലടക്കം അന്വേഷണം നടക്കട്ടെ എന്നും എല്ലാം കാണാമെന്നും വി.എൻ. വാസവൻ പറഞ്ഞു. അടൂർ പ്രകാശ്, ആന്റോ ആന്റണി എന്നിവർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സോണിയാഗാന്ധിയുടെ അടുത്തെത്തിയതിൽ ഇപ്പോഴും മറുപടി പറയുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. അതേസമയം ആഗോള അയ്യപ്പ സംഗമത്തിലെ വരവ് ചെലവ് കണക്കിലെ ക്രമക്കേടിൽ ഹൈക്കോടതിയുടെ അന്വേഷണവും ദേവസ്വം മന്ത്രിയുടെ രാജിയും ആവശ്യപ്പെട്ട് പ്രതിപക്ഷം രംഗത്തെത്തി. ഉത്തരവാദപ്പെട്ടവർ കണക്ക് ശരിയാക്കിക്കൊള്ളണമെന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മറുപടി. രാഷ്ട്രീയ നേട്ടം കൂടി ഉന്നമിട്ടായിരുന്നു പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ചത്. എന്നാൽ അതിപ്പോൾ രാഷ്ട്രീയമായി തിരിഞ്ഞു കൊത്തുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കടുത്ത പ്രതിരോധത്തിലായതിനിടെയാണ് അയ്യപ്പ സംഗമത്തിലെ വരവ് ചെലവ് കണക്കുകളിൽ ക്രമക്കേടെന്ന് ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണറുടെ കണ്ടെത്തൽ ഇടതുമുന്നണിയെ കുഴപ്പത്തിലാക്കുന്നത്. ബോർഡ് അക്കൗണ്ടിൽ നിന്ന് ചെലവഴിച്ചതിൽ 2 കോടി തിരിച്ചടച്ചിട്ടില്ലെന്നാണ് സ്വകാര്യ ഓഡിറ്ററുടെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട്. മന്ത്രിക്കെതിരെ അവകാശ ലംഘന നോട്ടീസ് നൽകാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. എന്നാൽ നിയമസഭയിലെ മറുപടി കൃത്യമാണെന്നും ബോർഡ് അഡ്വാൻസായി നൽകിയ പണം തിരിച്ചു കൊടുത്തെന്നുമാണ് ദേവസ്വം മന്ത്രി ആവർത്തിക്കുന്നത്. ഊരാളുങ്കലിന് മാത്രം നൽകാനുള്ളത് 4 കോടിയിലധികം രൂപയാണ്. ഇത് കുറയ്ക്കണമെന്ന് ദേവസ്വം ബോർഡ് ആവശ്യപ്പെടും. സ്പോൺസർമാർ വാഗ്ദാനം ചെയ്ത പണം വാങ്ങിയെടുക്കാനും ശ്രമിക്കും. ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകാനുള്ള സമയപരിധിക്കുള്ളിൽ ഇടപാടുകൾ തീർക്കാനാണ് നീക്കം. ചൊവ്വാഴ്ചത്തെ ബോർഡ് യോഗത്തിൽ തീരുമാനമെടുക്കും.